ഹായ് എവ്രി വൺ, വെൽക്കം ടു അദീനാസ് വോയിസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമി ആൻഡ് ഇൻട്രൊഡക്ഷൻ പാർട്ട് 1 ആണ്. അതായത് എക്കണോമി എന്താണ്, വിവിധ ടൈപ്പിലുള്ള എക്കണോമീസുകൾ ഏതൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇക്കണോമിക്സ്, ഇറ്റ് ഈസ് എ സോഷ്യൽ സയൻസ് സ്റ്റഡി ഓഫ് ഹൗ സൊസൈറ്റീസ് യൂസ് സ്കേഴ്സ് റിസോഴ്സസ് ടു ദെയർ വാണ്ട്സ് ത്രൂ ദ process of production, substitution, exchange. That means ഇക്കണോമിക്സ് എന്ന് പറയുന്നൊരു സോഷ്യൽ സയൻസ് ആണ്. ഒരു ഇക്കണോമിക്ക് ഫങ്ഷനിങ് ചെയ്യേണ്ടതിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് സ്കേഴ്സ് ആയിരിക്കും. അപ്പോൾ എന്താണ് റിസോഴ്സസ് സ്കേഴ്സ് ആണ്, അതുപോലെ തന്നെ ജനങ്ങളുടെ വാണ്ട്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. റിസോഴ്സസ് സ്കേഴ്സ് ആണ്, വാണ്ട്സ് അൺലിമിറ്റഡ് ആണ്. എത്ര കിട്ടിയാലും ജനങ്ങൾക്ക് മതിയാവത്തില്ല. അവരുടെ വാണ്ട്സ് അതുപോലെ അൺലിമിറ്റഡ് ആണ്. ഈ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസിനെ എങ്ങനെ ഈ പ്രൊഡക്ഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, എക്സ്ചേഞ്ച് തുടങ്ങിയ പ്രോസസ്സിലേക്ക് യൂസ് ചെയ്യുന്നു എന്നതാണ് ഇക്കണോമിക്സിൽ പഠിക്കുന്നത്. ഒരു ഇക്കണോമി ഫോളോ ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു ഡിസ്ട്രിബ്യൂട്ട്. വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, കാരണം ഇക്കണോമിയിൽ റിസോഴ്സസ് സ്കേഴ്സ് ആണല്ലോ. ഈ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം. ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, അതായത് ഏത് ടെക്നിക്സ് യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് വേണോ, അതായത് കൂടുതൽ ക്യാപിറ്റലും കുറഞ്ഞ ലേബറും വേണോ, ഇനി ലേബർ ഇൻറ്റൻസീവ് വേണോ, കൂടുതൽ ലേബറും കുറഞ്ഞ ക്യാപിറ്റലും വേണോ, അങ്ങനെ ഏത് ടെക്നിക്സ് യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഹൗ ടു ഡിസ്ട്രിബ്യൂട്ട്, എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഈ 3 പ്രധാന ക്വസ്റ്റ്യൻസാണ് ഒരു ഇക്കണോമി എപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഓരോ രാജ്യത്തെ ഇക്കണോമിക് സിസ്റ്റവും വ്യത്യസ്തമായിരിക്കും. ഇന്ത്യയുടെ എക്കണോമിക് സിസ്റ്റം ആയിരിക്കില്ല യു എസിലേതായിരിക്കില്ല സൗത്ത് സുഡാൻ്റേത്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി നെക്സ്റ്റ് ടൈപ്സ് ഓഫ് എക്കണോമീസ് നോക്കാം. ഇക്കണോമി മെയിൻലി ക്ലാസിഫൈഡ് ഇൻറ്റു 3. ഫസ്റ്റ് വൺ, ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് and management of resources. Second one, on the basis of development. Third, on the basis of trade. First one, on the basis of ownership and management of resources. റിസോഴ്സസിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കണോമിയെ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി, സോഷ്യലിസ്റ്റ് ഇക്കണോമി, മിക്സഡ് എക്കണോമി. ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി, പ്രൈവറ്റ് എൻ്റർപ്രൈസസ് ആർ ദ മെയിൻ സ്ഫിയർ ഓഫ് പ്രൊഡക്ഷൻ നടത്തുന്നത് ആരാണ്? പ്രൈവറ്റ് എൻ്റർപ്രൈസിനാണ്. ഈ ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിയിൽ മേജർ റോൾ വഹിക്കുന്നത് പ്രൈവറ്റ് എൻ്റർപ്രൈസസ് ആണ്. കൺസ്യൂമർ ഗുഡ്സ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് ദാറ്റ് ആർ ഇൻ ഡിമാൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ബേസ്ഡ് ഓൺ ദ പർച്ചേസിംഗ് പവർ, നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് വാട്ട് പീപ്പിൾ നീഡ്. അതായത് ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി, അതായത് പ്രൈവറ്റ് എൻ്റർപ്രൈസ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡിമാൻഡിനനുസരിച്ചായിരിക്കും. ജനങ്ങൾ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു ആ പ്രൊഡക്റ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് അവരുടെ പർച്ചേസിങ് പവറിനനുസരിച്ച്. ഇപ്പോൾ ആരുടെ കയ്യിൽ പണമുണ്ടോ അവർക്ക് സാധനങ്ങൾ വാങ്ങാം. അതായത് പണമുള്ളവന് മാത്രമേ അവരുടെ സർവീസ് ലഭിക്കുകയുള്ളൂ. ദേ കൺട്രോൾ ദ ഓപ്പറേഷൻസ് ഓഫ് പ്രൈസ് മെക്കാനിസം. സാധനങ്ങളുടെ വില പ്രൈവറ്റ് എൻ്റർപ്രൈസിന് നിശ്ചയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് പ്രോഫിറ്റ് മോട്ടീവാണ്. സൊസൈറ്റിയുടെ വെൽഫെയർ അല്ല, ഓൺലി പ്രോഫിറ്റ് മോട്ടീവായിരിക്കും. ഈ ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിക്ക് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് USA ആണ്. സോഷ്യലിസ്റ്റ് ഇക്കണോമി, പബ്ലിക് എൻ്റർപ്രൈസ് ആർ ദ മെയിൻ സ്ഫിയർ ഓഫ് പ്രൊഡക്ഷൻ. ഒരു സോഷ്യലിസ്റ്റ് ഇക്കണോമിയിൽ പ്രൊഡക്ഷൻ നടത്തുന്നത് പബ്ലിക് എൻ്റർപ്രൈസ് ആണ്, അതായത് ഗവൺമെൻറ് ആണ്. അവിടെ മേജർ റോൾ വഹിക്കുന്നത് ഗവൺമെൻറ് ആയിരിക്കും. ഗുഡ്സ് ആർ ടു ബി പ്രൊഡ്യൂസ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ നീഡ്സ് ഓഫ് സൊസൈറ്റി. ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജനങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ റിച്ച് ആയിട്ടുള്ളവർക്കും പുവർ ആയിട്ടുള്ളവർക്കും ഈക്വലി ഗവൺമെൻറ് സർവീസ് അവൈലബിൾ ആയി കിട്ടും. സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ ഗവൺമെൻറ്റിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് വെൽഫെയർ മോട്ടീവ് ആയിരിക്കും, പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കില്ല. റഷ്യ, ചൈന എന്നീ 2 രാജ്യങ്ങൾ സോഷ്യലിസ്റ്റ് എക്കണോമിക്ക് വളരെ വലിയ എക്സാമ്പിൾസ് ആണ്. മിക്സഡ് എക്കണോമി, ഗവൺമെൻറ് ആൻഡ് മാർക്കറ്റ് ടുഗദർ,
Market will provide goods and services it can produce well, and the government will produce essential goods and services which the market falls. നമ്മൾ ആദ്യമേ എക്കണോമി ഫോളോ ചെയ്യുന്ന 3 ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു ഡിസ്ട്രിബ്യൂട്ട്. ഇനി ഈ 3 ക്വസ്റ്റ്യൻസിനും ഉത്തരം നൽകുന്നത് മാർക്കറ്റും ഗവൺമെൻറ്റും കൂടി ഒരുമിച്ചായിരിക്കും. ചില ഗുഡ്സുകൾ മാർക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. മാർക്കറ്റ് ഫെയിലായിട്ടുള്ള എസെൻഷ്യൽ ഗുഡ്സുകളെ ഗവൺമെൻറ് പ്രൊഡ്യൂസ് ചെയ്യും. ഇന്ത്യ ഒരു ഗ്രേറ്റ് എക്സാമ്പിളാണ്. രണ്ടാമത്തത്, എക്കണോമിയെ ഡെവലപ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ 3ആയി തരംതിരിക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ഡെവലപ്മെൻറ്റ്: ഡെവലപ്ഡ് എക്കണോമി, ഡെവലപ്പിംഗ് എക്കണോമി, ലെസ് ഡെവലപ്ഡ് എക്കണോമി. ഡെവലപ്ഡ് എക്കണോമി, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇൻഡസ്ട്രിയൽ എക്കണോമി. This economy has advanced technological infrastructure and a diverse industrial and service sector. ഡെവലപ്ഡ് എക്കണോമിയെ ഇൻഡസ്ട്രിയലൈസ്ഡ് എക്കണോമി എന്നാണ് വിളിക്കുന്നത്. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഹൈ ടെക്നോളജി ഉള്ളതായിരിക്കും. കൂടാതെ ഒരു ഇൻഡസ്ട്രിക്കും സർവീസ് സെക്ടറിനും ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഡെവലപ്ഡ് എക്കണോമിക്ക് എക്സാമ്പിൾ USA, UK, ഫ്രാൻസ്, ജപ്പാൻ, കൊറിയ തുടങ്ങിയവയാണ്. ഡെവലപ്പിംഗ് എക്കണോമി, വളർന്നുകൊണ്ടിരിക്കുന്ന എക്കണോമിയാണ് ഡെവലപ്പിംഗ് എക്കണോമി. മോഡേൺ ഇൻഡസ്ട്രിയൽ സെക്ടർ ആയിരിക്കും. ലോ സോഷ്യോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും. സോഷ്യോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലെവൽ ഓഫ് ന്യൂട്രീഷൻ, ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, സേഫ് ഡ്രിങ്കിങ് വാട്ടർ, വാക്സിനേഷൻ, ഹെൽത്ത് കെയർ തുടങ്ങിയ ഇൻഡിക്കേറ്റേഴ്സുകൾ ഡെവലപ്പിംഗ് എക്കണോമിയിൽ വളരെ കുറവായിരിക്കും. അതുപോലെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് മോഡറേറ്റ് ലെവലിലായിരിക്കും ഡെവലപ്പിംഗ് എക്കണോമിയിൽ ഉണ്ടായിരിക്കുക. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ UNDP 1990 കൊണ്ടുവന്നൊരു എക്കണോമിക് ഇൻഡിക്കേറ്ററാണ്. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്ന 3 ഇൻഡിക്കേറ്റർ വെച്ചിട്ട് ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ മെഷർ ചെയ്യും. ഇന്ത്യ, ചൈന ഡെവലപ്പിംഗ് എക്കണോമിക്ക് ഒരു ഗ്രേറ്റ് എക്സാമ്പിളാണ്. ലെസ് ഡെവലപ്ഡ് എക്കണോമി, ലോവസ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് സോഷ്യൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് സോഷ്യോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ളത്. ലെസ് ഡെവലപ്ഡ് എക്കണോമിയിൽ അല്ലെങ്കിൽ ലീസ്റ്റ് ഡെവലപ്ഡ് എക്കണോമിയിൽ സോഷ്യോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് കുറവായിരിക്കും. അതുപോലെ തന്നെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കുറവായിരിക്കും, ഇൻഡസ്ട്രിയൽ സെക്ടർ കുറവായിരിക്കും, മോഡേൺ ടെക്നോളജീസ് ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. ബംഗ്ലാദേശ്, നൈജർ, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, സൗത്ത് സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ലെസ് ഡെവലപ്ഡ് എക്കണോമിക്ക് എക്സാമ്പിളാണ്. മൂന്നാമത്തതാണ് ട്രേഡിൻ്റെ അടിസ്ഥാനത്തിൽ എക്കണോമിയെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ട്രേഡ്. അതിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: ഓപ്പൺ എക്കണോമി, ക്ലോസ്ഡ് എക്കണോമി. ഓപ്പൺ എക്കണോമി, ഫ്രീ ഫ്രം ട്രേഡ് ബാരിയേഴ്സ്. ട്രേഡ് നടത്തുന്നതിന്, അതായത് മറ്റ് രാജ്യവുമായി ട്രേഡ് നടത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല. വെയർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്സ് ഫ്രം എ ലാർജ് പെർസെൻറ്റേജ് ഓഫ് GDP. ആ രാജ്യത്തിന് എക്സ്പോർട്ടും ഇമ്പോർട്ടിൽ നിന്നുമായിരിക്കും ഏറ്റവും കൂടുതൽ GDP ലഭിക്കുന്നത്. ഇന്ത്യ ആഫ്റ്റർ 1991 എക്കണോമിക് റിഫോംസും ചിലി, അർജൻറ്റീന തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഓപ്പൺ എക്കണോമിക്ക് എക്സാമ്പിളാണ്. ക്ലോസ്ഡ് എക്കണോമി, നോ ആക്ടിവിറ്റി ഈസ് കണ്ടക്റ്റഡ് വിത്ത് അതർ എക്കണോമീസ്, സെൽഫ് സഫിഷ്യൻറ്റ്, നോ ഇമ്പോർട്ട്സ് ആൻഡ് നോ എക്സ്പോർട്ട്സ്. ക്ലോസ്ഡ് എക്കണോമി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യമായിട്ട് ഒരു എക്സ്പോർട്ടോ ഇമ്പോർട്ടോ ഒന്നും ഉണ്ടാവില്ല, ബട്ട് അവർ സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കും. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇന്ത്യ ബിഫോർ 1991 എക്കണോമിക് റിഫോംസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇക്കണോമിക്സ് എന്താണ്, ടൈപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് പഠിച്ചത്. ഇത് സ്കൂൾ ലെവലിലും UG PG ലെവലിലൊക്കെ കുട്ടികൾക്ക് അറിഞ്ഞിരിക്കേണ്ട ബേസിക് കോൺസെപ്റ്റാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.